ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗ്ലോബൽ ബൈറ്റ്സ്. നമ്മളിന്ന് കിണ്ണത്തപ്പം റെഡിയാക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ കപ്പ് കാച്ചുവാണിത്. നമ്മളൊരു 4 സ്പൂണ് അരിപ്പൊടി, 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് കപ്പ് കാച്ചിയെടുക്കുകയാണ്. കപ്പ് കാച്ചിയത് ഈ ഒരു കുറുകിയ ഒരു ഫോമിൽ നമുക്കിത് കിട്ടണം. ഇതാണ് നമ്മൾ കപ്പ് കാച്ചുന്നതെന്ന് പറയുന്നത്. ഇതിന് ശേഷം നമ്മളൊരു പകുതി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഞാനൊരു 3 ഏലക്ക, എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനൊരു 3 ഏലക്ക ഇട്ടു. അതിലേക്ക് നമ്മൾ ഒരു 1.5 ഗ്ലാസ് അരിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കപ്പ് കാച്ചി വെച്ചതും ചേർത്ത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കല്ല്, കാരണം നമുക്ക് വട്ടയപ്പം അതിൻ്റെ ഫോമിൽ കിട്ടത്തില്ല. കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഞാനത് 2ആയിട്ടാണ് മിക്സിയിലിട്ട് അടിച്ചത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഈസ്റ്റും കലക്കി ചേർക്കുന്നുണ്ട്. നമുക്ക് ഈസ്റ്റിൻ്റെ പൊടിയായിരുന്നു. പിന്നെ ഒരു 5 സ്പൂൺ പഞ്ചസാര ഞാനിടുന്നുണ്ട്. എനിക്ക് പഞ്ചസാര കുറച്ച് മതി, അതുകൊണ്ടാണ്. കൂടുതൽ വേണ്ടിയവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ. നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കുന്നു. അതിന് ശേഷം നമ്മളിതൊരു നന്നായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടണം. അരിഞ്ഞ് കിട്ടിയതിന് ശേഷം നമ്മളിതൊരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ഒരു ലേശം ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് പുഴുങ്ങാനുള്ള പാത്രത്തിൽ കുറച്ച് എണ്ണയും തൂത്ത് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ കുറച്ച് ഫാഷനിലൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ആവിക്ക് വെക്കുന്നു. ആവി കയറ്റി കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് ആവി കയറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളുമാണ്. നമുക്ക് അരിയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടി ഇട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.